അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ ഡൽഹിയിലാണ്. ഡൽഹിയിലെ പുരാൻ ദില്ലി, നമ്മുടെ പൗരാണിക ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ഓൾഡ് സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് റെഡ് ഫോർട്ട്. ആ റെഡ് ഫോർട്ട് കാണാനാണ് ഇനി നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ഇതിൻ്റെ ഔട്ടറിൽ നിന്നുള്ള നല്ലൊരു വിശാലമായ ഇതിൻ്റെ വാളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഫോട്ടോത്തിലൊക്കെ കാണുന്ന ഈ ഗേറ്റ് അറിയപ്പെടുന്നത് ലാഹോരി ഗേറ്റ് എന്നാണ്. ലാഹോറിന് അഭിമുഖമായിട്ടാണ് ഗേറ്റ് നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അകത്ത് കയറിയ ചട്ടാച്ചോക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി മാർക്കറ്റുണ്ട്. ഒരുപാട് നല്ല കോസ്റ്റ്ലി ഐറ്റംസൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെയുള്ള സാധനം. ഒരുപാട് ഷോപ്പുകളുണ്ട്. എൻ്റെ നമ്പറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എണ്ണീട്ടില്ല സത്യം. അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരുപാട് പവലിയനുകൾ കാണാം. പക്ഷേ ഇത് ഇപ്പം നിലവിൽ താഴെ മാത്രമേ ഇതുള്ളൂ. പണ്ട് അന്ധകാലത്ത് നമ്മുടെ രാജ്ഞിമാർക്കും രാജാക്കന്മാർക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തിയിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അതിൻ്റെ അകത്തേക്ക് കയറിയാലുള്ളത് ഇതാണ് നമ്മളെ മാപ്പ്. നമ്മളെ റെഡ് ഫോർട്ടിൻ്റെ ആ ഒരു മാപ്പാണ് ഈ കാണുന്നത്. അകത്തുള്ള എന്തൊക്കെയാണുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താജ്മഹൽ യമുനയുടെ തീരത്താണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ റെഡ് ഫോർട്ടും യഥാർത്ഥത്തിൽ യമുനയുടെ തീരത്ത് തന്നെയാണ്. ആ യമുന ഒഴുകുന്ന കണ്ടങ്ങൾ. നൗബത്ത് ഖാന എന്നും ഡ്രംസ് ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു വെയിറ്റിംഗ് ഹാളാണ്, വെയിറ്റിംഗ് ബിൽഡിംഗ് ആയിരുന്നു ഇത്. പണ്ട് കാലങ്ങളിൽ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ അകത്തളത്ത് കൂടെ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ആ കാണുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ദർബാർ. ദിവാനി ആം എന്നാണ് ശരിക്കും ഇതിൻ്റെ പേരിട്ട്. ദർബാർ നമ്മളങ്ങോട്ട് പറഞ്ഞതാണ് ഒരു ഒഴുക്കിന്. ഇവിടെ വെച്ചാണ് നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങളും മാറ്റേഴ്സും ഒക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ ടാക്സ്, അതുപോലെ തന്നെ ഔക്കാഫ്, പിന്നെ പബ്ലിക് ഓഡിയൻസ് ഹാള്, അതായത് നമ്മുടെ പൊതുവായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു. ആ ദിവാനി ആമിൻ്റെ അകത്തുള്ള ആർക്കിടെക്ചേഴ്സ്, അതിൻ്റെ സ്റ്റൈല് നോക്കി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് 4 സൈഡിൽ നോക്കിയാലും ഒരേപോലെ. അതിനകത്തുള്ള നമ്മുടെ രാജാവ് ഉപവിഷ്ടനായിരുന്ന ആ സിംഹാസനാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെ ഒരു പലകയുണ്ട്, പീഠമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയായിരുന്നു നമ്മുടെ മന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ എന്തായിരുന്നത്, ഇരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയൊക്കെ. ദിവാനി ആമിൽ വെച്ച് നമ്മൾ നൗബത്ത് ഖാനേൻ്റെയും അതുപോലെ തന്നെ ദിവാനി ആമിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവാനി ആമിൻ്റെ ബാക്ക് സൈഡിലാണ് മുംതാസ് മഹൽ, രംഗ് മഹൽ, ഖാസ് മഹൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ മഹലുകളൊക്കെ ഉള്ളത്. ഈ രംഗ് മഹലിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. രംഗ് മഹലിലൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്ന അവിടെയുള്ള സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീജനങ്ങളൊക്കെ താമസിച്ചിരുന്നത് എന്ന് പറയുന്നു. രംഗമഹൽ വളരെ മനോഹരമാണ്. വ്യത്യസ്തമായ കളറുകളൊക്കെ കൊണ്ടൊക്കെ നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. ഖാസ് മഹലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖാസ് മഹലിൻ്റെ ചുമരുകളൊക്കെ നോക്കി എന്തൊക്കെ അലങ്കാരങ്ങളാണ് അന്ന് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ കാണുന്നത് ഹമ്മാമിൻ്റെ അകത്തളമാണ്, രാജകീയ കുളിമുറി അല്ലേ. അന്ന് രാജാക്കന്മാരൊക്കെ വളരെ വിപുലമായിട്ട് കുളിച്ചിരുന്ന ഹമ്മാമുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഹമ്മാം, ദിവാനി ഖാസ്, അതേപോലെ തന്നെ മുംതാസ് മഹൽ, രംഗ് മഹൽ, ഇതൊക്കെ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് എങ്ങനെ കിടക്കുക. ചേർന്ന് തന്നെയാണ് നമ്മുടെ മോത്തി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന 1659 നിർമ്മിച്ച ഒരു പള്ളിയാണ്. ഈ പ്രൈവറ്റ് പാലസിൻ്റെ അകത്തുള്ള ആളുകൾക്ക് നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ച പള്ളിയാണ്. ബക്ഷ് ബാഗ് എന്ന് പറയുന്ന ഒരു അന്നുണ്ടായിരുന്ന വിശാലമായൊരു ഗാർഡനാണ്. ഒരു നിർമ്മിതി കണ്ടോ, ഇതിൻ്റെ ചുറ്റുമുള്ളതൊരു ചെറിയൊരു പോണ്ടാണ്. ഈ പോണ്ടിൽ നിറച്ച് വെള്ളം ഉണ്ടാകും, അതിൻ്റെ ചുറ്റുമായിട്ട് ഗാർഡൻ ഉണ്ടാകും. ആ വെള്ളം പല വഴിക്കും തിരിച്ചു വരുന്ന രൂപത്തിലുള്ള പിന്നെ അതിൻ്റെ പൈപ്പ് ലൈനുകളും കാര്യങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ ബാക്കിൽ എന്തുണ്ട്, നല്ലൊരു പവലിയനുണ്ട്. അത് ഒരു ഔട്ടർ പവലിയനാണ്. അവിടെ വെച്ചിട്ടാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുക. ചെറിയ രൂപത്തിലുള്ള വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ കാണുന്ന എന്താ അറിയോ, നല്ലൊരു വി ഷേപ്പിൽ 2 സൈഡിലേക്കും സ്റ്റെപ്പുകൾ, അതിൻ്റെ മുകളിൽ നടുവിലൊരു കുന്തം നാട്ടി നിർത്തിയേക്കുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളെ പ്രധാനമന്ത്രി വന്നിട്ട് പതാക ഉയർത്തുന്ന കൊടിമരം കണ്ടിട്ടുണ്ടോ? 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ കൊടിമരത്തിലാണ് എന്താക്കുന്നത്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പതാക അങ്ങോട്ട് താഴ്ത്തിയിട്ട് നമ്മുടെ ത്രിവർണ്ണ പതാക അങ്ങോട്ട് പൊക്കിയ കാഴ്ച എന്തായാലും പതിവ് തെറ്റിക്കുന്നില്ല. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ റെഡ് ഫോർട്ടിലേക്ക് വന്ന് ഈ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ഇന്ത്യയുടെ ആ ത്രിവർണ്ണ പതാക അങ്ങോട്ട് ഉയർത്തുമ്പോണ്ടല്ലോ, അതൊരു വീക്കാരാണ്. ഇന്ത്യൻ പതാക പാറിപ്പറക്കട്ടെ.